ഹായ്, നമ്മൾ വൈകുന്നേരം നടക്കാറിറങ്ങിയതാണ് കേട്ടോ. രണ്ടുപേരും വരുന്നുണ്ടേ. ഇരുട്ടി തുടങ്ങി ഇവിടെ. ഇപ്പോൾ ഈ ഒരു മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഇനിയിപ്പോൾ 8 മണിയായാലും ഇരുട്ടത്തില്ല, അത്രയ്ക്ക് വെയിലും ഒക്കെ ആവേ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇരുട്ടിയാൽ മതി, അത്രയ്ക്ക് ചൂടാവും. പക്ഷെ ഇപ്പം നല്ല ക്ലൈമറ്റ്, കുഴപ്പമില്ല. അപ്പോൾ നടക്കാൻ പോയി ഞങ്ങൾ എത്തിപ്പെട്ട ഒരു മേള ഗ്രൗണ്ടിലാണ്. മേള ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. സൺഡേ ഉദ്ഘാടനം, അതുപോലെ അന്ന് അധികം ഒന്നും കാണത്തില്ല, മൺഡേ മുതൽ പോവാം എന്നുള്ള രീതിയിൽ ഇരിക്കുമായിരുന്നേ. പക്ഷേ അപ്പോഴേക്കും നമ്മൾ അടുത്ത് വേറൊരു മലയാളി ഫാമിലി ഉണ്ട്. അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞു ഇന്നും ഉണ്ട്, നല്ല പരിപാടിയൊക്കെ കൊണ്ട് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ പോയതാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ആദിവാസികളാണ് കേട്ടോ ഇവർ. അപ്പോൾ ഇവരുടെ ട്രഡീഷണൽ ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്നതാണ്. അപ്പം അവരുടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കേട്ടോ ഇവിടെ. അവരൊരു ഡാൻസാണ്, അത് കണ്ടോ. അത് ഇവർ വെച്ചേക്കുന്നത് ഒറിജിനൽ കാളത്തലയാണ് കേട്ടോ. കാളയുടെ ഇതാണ് വെച്ചേക്കുന്നത്. ആ കൊമ്പൊക്കെ ഒറിജിനൽ ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇതാണ് ഇത്. അപ്പം അങ്ങനെ കാണാൻ പോയി. സ്ത്രീകളുടെ ഡാൻസാണ് ഇത്, ഒഡിയയിലാണ്. ഇങ്ങനെ കുറേ നേരം അതൊക്കെ കണ്ടു. സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നു, വലിയ സ്റ്റേജ് പ്രോഗ്രാമൊക്കെയാണ്. അപ്പം ഇവിടുത്തെ ഒരു വലിയ മേള തന്നെയാണ്. ഇതിപ്പോൾ ജനുവരിയിലോ അത് ഡിസംബർ ലാസ്റ്റൊക്കെ നടക്കാനിരുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് അത് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഒരുപാട് മേള സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. സാരീസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ സാരിയുടെ പേര് ഞാൻ മറന്നുപോയി. ഒഡീഷയിലെ ഒരു ഫേവറേറ്റ് സാരിയാണ്. ഇതിൻ്റെയൊക്കെ വില എത്രയെന്ന് അറിയോ? 26,000, 20,000, 18,000, 16,000 രൂപയൊക്കെയാണ് ഈ സാരിയുടെ വിലയെന്ന് പറയുന്നത്. ഈ സാരിക്കൊരു പേരുണ്ട്, ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പം അങ്ങനെ സാരി ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ടൊന്ന് കാണണം. ഇനിയും പോകാമല്ലോ. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനെ ഫ്ലവേഴ്സും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ കൈ കൊണ്ട് ചെയ്യുന്ന കുറേ ക്രാഫ്റ്റും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ക്രാഫ്റ്റൊക്കെ അങ്ങനെയൊക്കെ നോക്കി, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ. വെസ്റ്റ് ബംഗാളിൽ ഇതുപോലെയൊക്കെ ഉണ്ടായിരുന്നു, ക്രാഫ്റ്റ് മേള വരാറുണ്ടായിരുന്നു. അത് ഇതുപോലെ കയ്യിൽ ചെയ്യുന്നതാണ്. ഇതൊക്കെ അവരുടെ അപ്പം അവരുടെ സാംസ്കാരിക ഇതിനെ, അതായത് അവരുടെ നാട്ടിൽ ഉണ്ടാകുന്ന സംഭവങ്ങളും അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു ഇതാണ് കേട്ടോ. അപ്പം ഇത് തടിയിൽ ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. തടിയിൽ കൊത്തുപണി ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അവിടെ പാപ്പട് ചാട്ട് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ പാപ്പട് ചാട്ട് ഉണ്ടാക്കണ കാണുവാണെങ്കിൽ, ഇത് പാപ്പട് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതായത് പപ്പടം പൊരിച്ചിട്ട് അതിനകത്ത് കുറച്ച് മസാലാസ്, അതായത് നമ്മൾ ഈ ഉള്ളിയും തക്കാളിക്കും അതും ഇതൊക്കെ അരിഞ്ഞിട്ടിട്ട് പിന്നെ കുറച്ച് ചാറ്റ് മസാലയും അതുപോലെ കുറച്ച് മിച്ചറും കുറച്ച് ഉപ്പും അങ്ങനെയൊക്കെ ഇട്ട ശേഷം കോരി കഴിച്ചാൽ മതി. കുറച്ച് നാരങ്ങയും പിഴിയുന്നുണ്ടായിരുന്നു. അങ്ങനെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ. എന്നാലും വെളിയിൽ പോയത് ഒരു പ്ലേറ്റിന് 30 രൂപയാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചാട്ട് കഴിക്കുന്നത്. എനിക്കും എൻ്റെ മൂത്ത മോനും. എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമേ അല്ല, പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് കുൽഫിയൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. അപ്പം ഞങ്ങൾ കുൽഫിയൊക്കെ കഴിച്ചു. കുറേ നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. നമ്മൾ വന്നപ്പോഴത്തേക്കും അവിടെ പരിപാടിയൊന്നും കഴിഞ്ഞില്ലായിരുന്നു. ഗാനമേള ഉണ്ടായിരുന്നു, ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നടക്കാൻ പോയ വേഷത്തിൽ തന്നെ പോയതാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഇന്ന് പോകാമെന്ന്. അപ്പോൾ ഇതവിടെ നമ്മുടെ ഈ ഒഡീഷയുടെ ആ കാട്ടിലെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്ന ഒന്നാണ് കേട്ടോ. അപ്പം അവിടെ കുടിലും അതും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അതിനകത്ത് കയറാം, ഫോട്ടോസൊക്കെ എടുക്കാം. കുടിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ ദൈവം എങ്ങനെയാണ്, അങ്ങനെ എന്താ അവരുടെ പൂജാ രീതികൾ, അതുപോലെ തന്നെ അവരുടെ ട്രഡീഷണൽ ഡ്രസ്സ്, ഇതൊക്കെയാണ് കേട്ടോ. ഈ കാളത്തലേക്ക് അവരെ ട്രഡീഷണൽ ഇതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെയൊക്കെയാണ്. ഇതാണ് കേട്ടോ ആ സാരി എന്ന് പറഞ്ഞാൽ സാമൽപുരിയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ആ സാരിയുടെ പേര്. ഇവിടുത്തെ ഒരു പേര് കേട്ടൊരു സാരിയാണ്. അപ്പോൾ ഇതൊക്കെയാണ്. അങ്ങനെ ഇതൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത ശേഷം നമ്മളിങ്ങനെ പോയി. അപ്പോൾ ഇന്നും പോകണം എന്ന് വിചാരിക്കുന്നു. പിന്നെ അങ്ങനെ ഇതാണ് പൂജാ റൂമൊക്കെ എന്ന് പറഞ്ഞാൽ. ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.